2026 ജനുവരി മാസം മുതൽ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് സുപ്രധാന അറിയിപ്പുകളെത്തി. 2025 വർഷത്തിലെ അവസാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണമാണ് ഇപ്പോൾ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്നത്. ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്നവർക്ക് പുറമെ കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കുള്ള വിതരണമാണ് ഇപ്പോൾ സജീവമായി നടക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഗുണഭോക്താക്കൾക്ക് ആശ്വാസവാർത്ത എത്തിയിരിക്കുന്നത്. 6.5 ലക്ഷത്തിന് മുകളിലുള്ള പെൻഷൻ ഗുണഭോക്താക്കൾക്ക് NSAP വിഭാഗത്തിൽപ്പെട്ട് കേന്ദ്രവിഹിതം കൂടി ചേർത്താണ് തുക എത്തിച്ചേരുക. ഇത്തരത്തിലുള്ള ഗുണഭോക്താക്കൾക്കുള്ള വിതരണം കൂടി ഇന്നു മുതൽ സംസ്ഥാനത്ത് ആരംഭിക്കുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി. ഇതിനുള്ള തുക മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചതായും അക്കൗണ്ടുകൾ ആധാരാധിഷ്ഠിതമാക്കിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് അക്കൗണ്ടുകളിലേക്ക് കൃത്യമായി 200 മുതൽ 500 രൂപ വരെയുള്ള കേന്ദ്രവിഹിതം എത്തിച്ചേരുമെന്നും ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി. ഈ സാഹചര്യത്തിൽ പുതിയതായി പെൻഷൻ പട്ടികയിൽ ഇടം നേടിയ ഗുണഭോക്താക്കൾക്കും പെൻഷൻ പട്ടികയിൽ അർഹരായി തന്നെ തുടരുന്ന ഗുണഭോക്താക്കൾക്കും വീണ്ടും സന്തോഷവാർത്ത എത്തിയിരിക്കുകയാണ്. വരാൻ പോകുന്ന സംസ്ഥാന ബജറ്റിൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയിൽ 500 രൂപയുടെ വരെ വർധനവ് ഉണ്ടായേക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പെൻഷൻ തുക 2500 ഉയർത്തുമ്പോൾ ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും പരമാവധി 2500 രൂപ വരെയാണ് ഇനി മുതൽ എത്തിച്ചേരുക. നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ കൂടി അടുത്തുവരുന്ന സാഹചര്യത്തിൽ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണത്തിന് പുറമെ കുടിശ്ശിക തീർത്തുള്ള വിതരണം കൂടിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും 2026 ജനുവരി മുതൽ ആരംഭിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം, നടപടിക്രമങ്ങൾ, വിതരണ രീതി എന്നിവ സംബന്ധിച്ച് പുതിയ ഉത്തരവുകളെല്ലാം കൂടി ക്രോഡീകരിച്ച് മറ്റൊരു ഉത്തരവ് പുറത്തുവിട്ടിട്ടുണ്ട്. തദ്ദേശീയ തലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കിയുള്ള പരിശോധനയുടെ ഭാഗമായി അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്കും ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിൽ ഇടം നേടിയിട്ടുള്ള ഗുണഭോക്താക്കൾക്കുമാണ് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം എത്തിച്ചേരുക. വിധവ, അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്നവർ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം വാർഡ് അംഗത്തിൽ നിന്ന് വാങ്ങി പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കണമെന്ന് ചില തദ്ദേശ സ്ഥാപനങ്ങൾ അറിയിപ്പുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. അറിയിപ്പുകൾ ലഭ്യമായവർ മാത്രം ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ ഡിസംബർ 30 മുൻപ് സമർപ്പിക്കേണ്ടതാണ്. ഇതോടൊപ്പം തന്നെ സെപ്റ്റംബർ മാസത്തിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ കഴിയാതെ പോയ ഗുണഭോക്താക്കൾക്ക് ഡിസംബർ 31 വരെ മസ്റ്ററിംഗിനുള്ള അവസരവുമുണ്ട്. മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത സാഹചര്യത്തിൽ ജനുവരി മാസം മുതലുള്ള പെൻഷൻ തുകയ്ക്ക് ഇത്തരത്തിലുള്ള ഗുണഭോക്താക്കൾക്ക് അർഹതയുണ്ടായിരിക്കുന്നതല്ല. 8 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സർക്കാർ സഹായത്തോടുകൂടി ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക വിതരണം ചെയ്യുന്നുണ്ട്. ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ ബന്ധപ്പെട്ട ക്ഷേമനിധി ബോർഡിന്റെ ഓഫീസുകളിൽ സമർപ്പിക്കാത്ത മുറയ്ക്ക് ഇവർക്കും ജനുവരി മാസം മുതലുള്ള പെൻഷൻ തുകയ്ക്ക് അർഹതയുണ്ടായിരിക്കുന്നതല്ല. ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്തപ്പോൾ പല ഗുണഭോക്താക്കൾക്കും 1700 രൂപ വീതം മാത്രമാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. 300 മുതൽ 500 വരെയുള്ള കേന്ദ്രവിഹിതം എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾ എത്രയും വേഗം തന്നെ അക്കൗണ്ടുകൾ പരിശോധിച്ച് ബാങ്ക് അക്കൗണ്ടുകൾ ആധാരാധിഷ്ഠിതമാണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യേണ്ടതാണ്. കെട്ടിട നിർമ്മാണ മേഖലകളിൽ കാലങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശികയിൽ 3 ഗഡുവാണ് നിലവിൽ അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ 3ാമത്തെ ഗഡുവിന്റെ വിതരണമാണ് സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുള്ളത്. ഈ വർഷം ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിനുള്ള കാലാവധി ഡിസംബർ 31 കൂടി അവസാനിക്കും. ഈ നിശ്ചിത ദിവസത്തിനുള്ളിൽ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാത്ത പെൻഷൻകാർക്ക് ജനുവരി മാസം മുതലുള്ള പെൻഷൻ മുടങ്ങുന്നതായിരിക്കും. അറിയിപ്പ് ലഭിച്ചിട്ടുള്ള മുഴുവൻ ഗുണഭോക്താക്കളും സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടതാണ്. ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ടെന്ന് തെളിയിക്കുന്ന ലളിതവും നിർണായകവുമായ രേഖയാണ് ലൈഫ് സർട്ടിഫിക്കറ്റ്. ഈ രേഖയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാരും ബാങ്കുകളും പെൻഷൻ പേയ്മെന്റുകൾ തുടരുന്നത്. ഈ സർട്ടിഫിക്കറ്റുകൾ കൃത്യസമയത്ത് സമർപ്പിച്ചില്ല എങ്കിൽ സർക്കാർ പെൻഷൻ ആനുകൂല്യം നിർത്തുന്നതാണ്. മാത്രമല്ല, ഇത് പുനരാരംഭിക്കാൻ കൂടുതൽ സമയമെടുക്കാനും സാധ്യതയുണ്ട്. ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാൻ വിവിധ വഴികളുണ്ട്. ഇതിനായി പെൻഷൻ എത്തുന്ന ബാങ്കുകളിലാണ് ഉപഭോക്താവ് പോകേണ്ടത്. അവിടെയുള്ള ലൈഫ് സർട്ടിഫിക്കറ്റ് ഫോം പൂരിപ്പിച്ച് നൽകണം. വർഷങ്ങളായി കൂടുതൽ പെൻഷൻകാരും ഈ രീതിയാണ് പിന്തുടരുന്നത്. വ്യക്തിഗത തിരിച്ചറിയൽ രേഖയും ആവശ്യമായ വിശദാംശങ്ങളും പരിശോധിച്ചതിന് ശേഷം ബാങ്ക് ജീവനക്കാർ സർട്ടിഫിക്കറ്റ് സ്വീകരിക്കുകയും ഇക്കാര്യം സർക്കാരിനെ അറിയിക്കുകയും ചെയ്യും. ഇതിനു പുറമെ പെൻഷൻകാർക്ക് ഇപ്പോൾ അവരുടെ വീടുകളിൽ നിന്ന് ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാനുള്ള ഓപ്ഷനുണ്ട്. ആധാർ ഫേസ് ഒതന്റിക്കേഷൻ അഥവാ മുഖം തിരിച്ചറിയൽ സംവിധാനം വഴിയാണിത്. മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ് കണക്ഷൻ, ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ എന്നിവ ഉപയോഗിച്ച് പെൻഷൻകാർക്ക് തങ്ങളുടെ മുഖം സ്കാൻ ചെയ്ത് മിനിറ്റുകൾക്കുള്ളിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ കഴിയും. മറ്റൊരു വഴി, ബാങ്കിൽ പോകാൻ കഴിയാത്തവർക്കും ഡിജിറ്റൽ രീതികൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ജീവൻ പ്രമാൺ ആപ്പ് ഏറെ ഉപകാരപ്രദമാണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം ആധാർ നമ്പർ, ബാങ്ക് വിവരങ്ങൾ, മുഖം തിരിച്ചറിയൽ എന്നിവ ഉപയോഗിച്ച് പ്രക്രിയ പൂർത്തിയാക്കാനാവും. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമോ പ്രായാധിക്യം മൂലമോ ബാങ്കിൽ പോകാൻ കഴിയാത്തവർക്ക് ഏറെ സഹായകമാണ് വാതിൽപ്പടി ബാങ്കിംഗ് സർവീസ്. പല ബാങ്കുകളും ഇന്ത്യ പോസ്റ്റ് സർവീസും ഈ സേവനം നൽകുന്നുണ്ട്. ബാങ്ക് ജീവനക്കാർ പെൻഷൻകാരുടെ വീടുകളിലെത്തി ബന്ധപ്പെട്ട തിരിച്ചറിയൽ രേഖകൾ പരിശോധിച്ച് ഫോമുകൾ പൂരിപ്പിക്കുകയും അവ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യും. സഹായം ഏറ്റവും ആവശ്യമുള്ളവർക്ക് ഈ സൗകര്യം ഏറെ വിലപ്പെട്ടതാണ്. ചിലപ്പോൾ ചിലർക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് കൃത്യസമയത്ത് സമർപ്പിക്കാനാകാതെ വരികയും ഇതുമൂലം പെൻഷൻ നിലയ്ക്കുകയും ചെയ്യും. എന്നാൽ ഇങ്ങനെയുള്ളവർ പേടിക്കേണ്ട ആവശ്യമില്ല. ഈ പ്രതിസന്ധി എക്കാലത്തേക്കും നിലനിൽക്കുന്നതല്ല.
ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച ശേഷം പെൻഷൻ പുനഃസ്ഥാപിക്കപ്പെടും. എന്നാൽ ഇതിന് കുറച്ച് ദിവസം സമയമെടുത്തേക്കാം, അല്ലെങ്കിൽ മാസങ്ങളോളം സമയമെടുത്തേക്കാം. അതിനാൽ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ അവസാന നിമിഷം വരെ കാത്തിരിക്കാതെ കാര്യങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കുന്നതാണ് നല്ലത്. മറ്റൊരു പ്രധാന അറിയിപ്പ്, ജോലിയില്ലാത്ത സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ വീതം പെൻഷൻ ലഭിക്കുന്ന പദ്ധതിയിലേക്ക് ഇപ്പോൾ ബന്ധപ്പെട്ട രേഖകളുമായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്കാണ് അർഹതയുള്ളത്. തെറ്റായ വിവരം നൽകി പെൻഷൻ കൈപ്പറ്റിയാൽ 18% പലിശ സഹിതം തുക തിരിച്ചു പിടിക്കും. 30 മുതൽ 60 വയസ്സ് വരെ പ്രായപരിധിയിലുള്ള സ്ത്രീകൾക്കും ട്രാൻസ് വിമൺ വിഭാഗത്തിലുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. വിധവ, അവിവാഹിത, വികലാംഗർ എന്നീ വിഭാഗത്തിലുള്ള പെൻഷൻ വാങ്ങുന്നവർക്കും സർവീസ്, കുടുംബ, EPF പെൻഷൻ കൈപ്പറ്റുന്നവർക്കും ആനുകൂല്യം ലഭിക്കുന്നതല്ല. വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.